മത്തായി 5:9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ക്രിസ്തുവിന്റെ സമാധാനം ഉള്ളത് ദൈവപുത്രന്മാർക്കാണ്. ദൈവത്തിന്റെ പുത്രന്മാർക്കേ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാൻ 16:33 പറയുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 14:27 പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്ന സമാധാനങ്ങളുണ്ട്. അല്പം പണം സമ്പാദിക്കുന്നതിൽ, സൗന്ദര്യം നിലനിർത്തുന്നതിൽ, സമൂഹത്തിൽ പേരെടുക്കുന്നതിൽ, മക്കളെ നല്ല നിലയിൽ എത്തിക്കുന്നതിൽ, ലഹരി ഉപയോഗിക്കുന്നതിൽ, ഇതിലെല്ലാം നിമിഷ സുഖങ്ങൾ മാത്രമേയുള്ളൂ. അതിൽ സമാധാനം കണ്ടെത്തുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. ഇതൊന്നും നിലനിൽക്കുകയില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നിലനിൽക്കുന്ന സൗന്ദര്യമില്ലല്ലോ, നിലനിൽക്കുന്ന മനുഷ്യരില്ലല്ലോ. പിന്നെ എന്തിനീ ചിന്ത? എന്തിനീ ചിന്തയാൽ ഉളവാകുന്ന അസ്വസ്ഥത? എന്തിനീ അസ്വസ്ഥതയാൽ ഉണ്ടാകുന്ന അസമാധാനം? എന്തിനീ അസമാധാനത്താൽ ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ? ഇതെല്ലാം എന്തെന്നാൽ ഇന്നലകളെ കുറിച്ചുള്ള ചിന്ത ഇന്ന് നിന്നെ അസ്വസ്ഥനാക്കി. സമാധാനം നഷ്ടപ്പെടുമ്പോൾ നാളുകളെ കുറിച്ചുള്ള ചിന്ത നിൻ മാനസികമായി തളർത്തി നിന്റെ ഉറക്കം കളയുന്നു. സാമ്പത്തിക ചിന്തയാണോ നിന്റെ ഉറക്കം കളയുന്നത്? കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചിന്തയാണോ നിന്റെ ഉറക്കം കളയുന്നത്? നിന്റെ തലമുറകളെ കുറിച്ചുള്ള ചിന്തയാണോ നിന്റെ ഉറക്കം കളയുന്നത്? പരിഹാരം യേശു പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കഴിയുമോ? കഴിയും. യേശുവിന്റെ സമാധാനം ഉള്ളിൽ ലേശമെങ്കിലും ഉണ്ടെങ്കിൽ അത് ലോകം തരുന്ന സമാധാനമല്ല. യേശുവിന്റെ സമാധാനം നിന്നിൽ നിറയട്ടെ. അസമാധാനക്കേടുണ്ടാക്കുന്നത് സകലതും പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം പിശാചത്രേ. ഒരു ദൈവ പൈതലിനെ ഒന്നില് തകർക്കുവാൻ പറ്റിയില്ല എങ്കിൽ പിശാചിന്റെ ഒരു തന്ത്രമാണ് അസമാധാനം കൊണ്ടിട്ട് സമാധാനത്തെ നഷ്ടപ്പെടുത്തുക എന്നത്. കേൾക്കുന്ന നിങ്ങൾ സമാധാനമില്ലാതെ അസ്വസ്ഥത അനുഭവിക്കുന്നതെങ്കിൽ, പലവിധ ചിന്തകളാൽ ഭാരപ്പെടുന്നെങ്കിൽ എന്നോട് ചേർന്ന് പറ, പിശാചേ, എന്റെ ഉള്ളിൽ യേശുവുണ്ട്, യേശുക്രിസ്തുവിന്റെ സമാധാനമുണ്ട്. പലവിധ ചിന്തകളാൽ എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കുവാൻ നോക്കുന്ന, എന്റെ ഉറക്കത്തെ കെടുത്തുവാൻ നോക്കുന്ന സാത്താനെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കുവാൻ നോക്കുന്ന, എന്റെ ഉറക്കത്തെ കെടുത്തുവാൻ നോക്കുന്ന സാത്താനെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ആമേൻ. യേശുവിന്റെ സമാധാനം എല്ലാ ഉള്ളങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഇപ്പോൾ തന്നെ എല്ലാ ഉള്ളങ്ങളിലും യേശുവിന്റെ സമാധാനം പരിശുദ്ധാത്മാവിനാൽ